കുസാറ്റ് പരിസരത്തെ സ്വകാര്യ ഹോസ്റ്റലുകളിലും പിജികളിലും കളമശ്ശേരി പോലീസിന്റെ നേതൃത്വത്തിൽ പരിശോധന. രഹസ്യ വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധനയെന്ന് പോലീസ് പറഞ്ഞു. അർജുൻ മട്ടന്നൂർ നൽകും വിശദാംശങ്ങൾ. അർജുൻ, കുസാറ്റിന്റെ ഏത് ഭാഗം കേന്ദ്രീകരിച്ചാണ് പരിശോധന? കൂടുതൽ സംഘമുണ്ട് പോലീസ്, എന്താണ് കൂടുതൽ വിവരങ്ങൾ? ആര്യ, കൊച്ചി നഗരത്തിലെ വിവിധ ഇടങ്ങളിൽ പോലീസ് രാത്രി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കുസാറ്റ് ക്യാമ്പസിനോട് ചേർന്നുള്ള ഹോസ്റ്റലുകൾ, അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ PG ഇടങ്ങളൊക്കെ തന്നെ ഇത്തരത്തിൽ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. വിവിധ കേന്ദ്രങ്ങളിൽ ഒരേ സമയം പോലീസിന്റെ മിന്നൽ പരിശോധനയാണ് നടക്കുന്നത്. ഈ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിനോട് ചേർന്നുള്ള ഭാഗങ്ങളൊക്കെ തന്നെ ഇന്ന് വീണ്ടും പരിശോധന നടത്തുന്നുണ്ട്. ഇതിൽ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് വിവിധ വിദ്യാർത്ഥികളടക്കം താമസിക്കുന്ന വിവിധ വീടുകളിൽ നിന്നും മറ്റും ഇത്തരത്തിൽ ചെറിയ അളവിലുള്ള കഞ്ചാവും മറ്റും ലഭിച്ചിട്ടുണ്ട് എന്നതാണ് പോലീസ് പറയുന്നത്. എന്തായാലും വലിയ ക്വാണ്ടിറ്റി കഞ്ചാവ് ഇതുവരെ ലഭിച്ചിട്ടില്ല, അത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഈ മിന്നൽ പരിശോധനയിൽ തന്നെ ഇത്തരത്തിൽ നേരത്തെ 2 കിലോയോളം കഞ്ചാവ് പിടിച്ച അതേ മേഖലയ്ക്ക് അടുത്തുള്ള ഭാഗങ്ങളിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ കൂടുതൽ കഞ്ചാവും മറ്റും പിടികൂടിയിട്ടുള്ളത്. ഇത്തരത്തിൽ കൊച്ചി നഗരത്തിൽ പ്രത്യേകിച്ച് കുസാറ്റ് ക്യാമ്പസ്, അതോടൊപ്പം തന്നെ സമീപത്തുള്ള മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അവയോട് ചേർന്ന് വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഇടങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇത്തരത്തിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിൽ തന്നെയാണ് പരിശോധന തുടരുന്നത്. സാറേ, ഈ എല്ലാ മേഖലകളിലും ഇങ്ങനെ ഈ വിദ്യാർത്ഥികൾ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെയാണോ വിദ്യാർത്ഥികൾ താമസിക്കുന്ന സ്ഥലങ്ങളും പൊതു ഇടങ്ങളും വാഹനങ്ങളും എല്ലാം നമ്മൾ പരിശോധിക്കുന്നുണ്ട്. ലോഡ്ജുകൾ, ഹോസ്റ്റലുകൾ തുടങ്ങി അതുപോലെ വാഹനങ്ങളും. വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ നിന്നൊക്കെ എന്തെങ്കിലും ലഹരി വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ടോ? നമ്മൾ പുറത്തുള്ള ഒരു ഹോസ്റ്റലിൽ പരിശോധിച്ചപ്പോൾ അവിടുന്ന് ഒരു 2 സ്മോൾ ക്വാണ്ടിറ്റി കഞ്ചാവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ്, സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികളൊക്കെ തന്നെ പലരും വീട്ടിലൊക്കെ പോയിട്ടുണ്ടാവും. അപ്പം അത്തരം ഈ കേന്ദ്രങ്ങളൊക്കെ തന്നെ ഈ സംഭവം നടന്നതിന് ശേഷം ഈ ലഹരി വസ്തുക്കൾ കൂടുതലായി എത്തുന്നുണ്ട്, അങ്ങനെ വല്ല വിവരങ്ങളും ലഭിച്ചിട്ടുണ്ടോ? ഇങ്ങനെ പെട്ടെന്ന് രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണോ ഈ പരിശോധന? രഹസ്യവിവരങ്ങൾ നമ്മൾ പൊതുവായി നടത്തുന്ന ഒരു പരിശോധന തന്നെയാണ്. നാർക്കോട്ടിക്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു പരിശോധനയാണ് എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ സംശയമുള്ള സ്ഥലങ്ങളിലും ഇന്റലിജൻസ് ഇൻഫർമേഷൻ ഉള്ള സ്ഥലങ്ങളിലും അല്ലാത്ത സ്ഥലങ്ങളിലും നമ്മൾ വിശദമായി പരിശോധന നടത്തുന്നുണ്ട്. കുസാറ്റിന്റെ ഹോസ്റ്റലിൽ നിന്ന് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ നമുക്ക്? കുസാറ്റിൻ്റെ ഒരു പുറത്തുള്ളൊരു ഹോസ്റ്റലാണ്, അതിൻ്റെ പ്രമിസസിലാണ് നമ്മൾ നോക്കിയത്. ഇൻസൈഡ് ഹോസ്റ്റലല്ല, പുറത്തുള്ളൊരു ഹോസ്റ്റലാണ്. സ്വകാര്യ ഹോസ്റ്റലാണ്. സ്വകാര്യ ഹോസ്റ്റലാണ്. അതിൻ്റെ പരിസരത്തു നിന്നുള്ള ഒരു ആളുടെ കയ്യിൽ നിന്നാണ് കിട്ടും. വരും ദിവസങ്ങളിലും പരിശോധന തുടരും അല്ലേ? തീർച്ചയായിട്ടും തുടരും. വരും ദിവസങ്ങളിലും പരിശോധനകൾ തുടരും. എന്തായാലും തൃക്കാക്കര ACP ആണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. ഇത്തരത്തിൽ ഈ കുസാറ്റ് ക്യാമ്പസിനോട് ചേർന്നുള്ള ഹോസ്റ്റലുകളിലൊക്കെ തന്നെ പരിശോധന തുടരുകയാണ്. കുസാറ്റിൻ്റെ ഔദ്യോഗികമായ ഹോസ്റ്റലിൽ നിന്ന് പ്രത്യേകിച്ച് ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. പക്ഷേ ആ ഹോസ്റ്റലിനോട് ചേർന്ന് ഇത്തരത്തിൽ സ്വകാര്യ ഹോസ്റ്റലിൽ നിന്നൊക്കെ തന്നെ ചെറിയ അളവിലുള്ള കഞ്ചാവും മറ്റും ലഭിച്ചിട്ടുണ്ട് എന്നതാണ് പറയുന്നത്. വാഹന പരിശോധനയടക്കം കർശനമായി തന്നെ തുടരുകയാണ്. പ്രത്യേകിച്ച് നാളെ ഞായറാഴ്ചയാണ്. സാധാരണ ശനിയാഴ്ച രാത്രികളിലൊക്കെ തന്നെ വിദ്യാർത്ഥികളടക്കം കൂടുതൽ പേർ ഇത്തരത്തിൽ നഗരത്തിലേക്ക് ഇറങ്ങാനും അതോടൊപ്പം തന്നെ ഈ കൂടുതൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാനും കൈമാറ്റം ചെയ്യാനും ഒക്കെ തന്നെ സാധ്യതയുണ്ട് എന്ന രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ പ്രത്യേക പരിശോധന തുടരുന്നത്. ഇപ്പോൾ HMT ജംഗ്ഷനിലാണ് ഈ വാഹന പരിശോധന. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന വാഹന പരിശോധന കാണുന്നത് HMT ജംഗ്ഷനിലാണ്. ഈ HMT ജംഗ്ഷനോട് ചേർന്നുള്ള വിവിധ ഇടങ്ങളിലാണ് ഏതാണ്ട് 1 മണിക്കൂറിലേറെയായി ഇപ്പോൾ പരിശോധന തുടരുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്നാണ് അറിയുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ വാഹനങ്ങൾ, ഇരുചക്ര വാഹനങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് വാഹനങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ ഈ കുസാറ്റ് പരിസരം മാത്രമല്ല, എനിക്ക് തോന്നുന്നു നഗരത്തിലെ ആ പ്രധാന ഭാഗങ്ങളെല്ലാം കേന്ദ്രീകരിച്ച് ഇപ്പോൾ പോലീസിന്റെ പരിശോധന ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം വാഹനങ്ങൾ ഉൾപ്പെടെ നിർത്തിയുള്ള പരിശോധന നടത്തുന്നുണ്ടല്ലോ പോലീസ്. തീർച്ചയായും അതെ. ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പേരിലാണ് ഇത്തരത്തിൽ ഈ ലഹരി വസ്തുക്കൾക്ക് വേണ്ടി പ്രത്യേകം പരിശോധന തുടരുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു പ്രത്യേക പരിശോധന രാത്രി ഏതാണ്ട് 7 മണിക്കൂറിലേറെ പരിശോധന നടത്തിയപ്പോഴാണ് ഈ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൻ്റെ ഹോസ്റ്റലിൽ നിന്നും ഇത്തരത്തിൽ ലഹരി വസ്തുക്കൾ ലഭിച്ചത്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ നഗരത്തിൽ വ്യാപകമായി തന്നെ പരിശോധന നടത്താൻ തീരുമാനിച്ചത്. എന്തായാലും ഇന്ന് പുലർച്ചെ നടത്തിയ പരിശോധന ചേരാനെല്ലൂരിൽ നിന്നും 120 ഗ്രാം MDMA അടക്കം പിടികൂടിയിരുന്നു. പ്രത്യേകിച്ച് യുവാക്കൾ
യുവാക്കൾക്കടക്കം നൽകാൻ വേണ്ടി എത്തിച്ച MDMA ആണ് ഇന്ന് പുലർച്ചെ പിടികൂടിയത്. എന്തായാലും അത്തരത്തിൽ സമാനമായ രീതിയിൽ നഗരത്തിൽ വിവിധ കേന്ദ്രങ്ങൾ പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യാൻ ലക്ഷ്യമിട്ടുകൊണ്ട് ഇത്തരത്തിൽ ലഹരി വസ്തുക്കളൊക്കെ തന്നെ എത്തിയിട്ടുണ്ട് എന്ന രഹസ്യ വിവരമാണ് പോലീസിന് ലഭിച്ചത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പരിശോധന തുടരുന്നത്. എന്തായാലും ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് വിവിധ സംഘങ്ങൾ പരിശോധന നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ വാഹന പരിശോധനയും ഒരു ഭാഗത്ത് തുടരുന്നുണ്ട്. തൃക്കാക്കര ACP അതോടൊപ്പം തന്നെ കൊച്ചി സിറ്റി പോലീസിന്റെ വിവിധ പരിധിയിലുള്ള വിവിധ മേഖലകളിലൊക്കെ തന്നെ പരിശോധന തുടരുകയാണ്. എന്തായാലും ഇത്തരത്തിൽ ചെറിയ അളവിലുള്ള ലഹരി വസ്തുക്കൾ, കഞ്ചാവ് അടക്കമുള്ള കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നതാണ് പോലീസ് പറയുന്നത്. ഈ മേഖലകൾ പ്രത്യേകിച്ച് HMT ജംഗ്ഷൻ ഇവിടെ കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസിൻ്റെ പ്രത്യേക പരിശോധന, പ്രത്യേകിച്ച് മിന്നൽ പരിശോധന തന്നെ ഈ ഭാഗത്ത് തുടരുന്നത്. ഇപ്പോഴും പരിശോധനകൾ വിവിധ ഭാഗങ്ങൾ തുടരുകയാണ്. പ്രത്യേകിച്ച് ഈ ചെറിയ ഊടുവഴികളിലൂടെ അടക്കം ആളുകൾക്ക് മറ്റു ഭാഗങ്ങളിലേക്ക് എത്താനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് അത്തരം മേഖലകൾ കൂടി പൂർണ്ണമായും തന്നെ ഇത്തരത്തിൽ ഗതാഗത നിയന്ത്രണം വരുത്തിക്കൊണ്ട് പോലീസിൻ്റെ പരിശോധന തുടരുകയാണ്. ലഹരി വസ്തുക്കൾ വ്യാപകമായി ഇത്തരത്തിൽ ഇടപാടുകളൊക്കെ തന്നെ നടക്കുന്നത് രാത്രികാലങ്ങളിലാണ്. പ്രത്യേകിച്ച് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കൂടുതൽ ലഹരി വസ്തുക്കളും മറ്റും നഗരത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്ന വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ പ്രത്യേകം പരിശോധനകൾ നഗരത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് കൂടുതലും ലഹരി വസ്തുക്കൾ ഈ മേഖലകളിലേക്ക് എത്തുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പരിശോധന തുടരുന്നത്. അർജുൻ, എന്തായാലും ക്യാമ്പസുകളിലെ അല്ലെങ്കിൽ ഹോസ്റ്റലുകളിലെ എന്തായാലും വിദ്യാർത്ഥികളുടെ ലഹരി അതിനെ പിടിച്ചു കെട്ടാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. എന്തായാലും ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ കളമശ്ശേരി പോളിടെക്നിക് കോളേജിലെ കഞ്ചാവ് കേസ് ഉൾപ്പെടെ നമ്മളുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ കോളേജുകൾ കേന്ദ്രീകരിച്ച്, ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് എന്തായാലും വിദ്യാർത്ഥികളെ ഈ ലഹരിക്കെതിരെ ലഹരി നിയന്ത്രിക്കാൻ, പിടിച്ചു കെട്ടാൻ തന്നെയാണ് കേരള പോലീസിന്റെ തീരുമാനം. അത്തരത്തിൽ തന്നെയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, വിവാദങ്ങൾ, അതോടൊപ്പം തന്നെ അക്രമ സംഭവങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ കഴിഞ്ഞ കുറേ ദിവസമായി കേരള പോലീസ് ഇത്തരത്തിൽ വ്യാപകമായി തന്നെ ഡാൻസ് ആഫിൻ്റെയും മറ്റും സഹായത്തോടുകൂടി, എക്സൈസിൻ്റെയും മറ്റും സഹായത്തോടുകൂടി സഹകരിച്ചുകൊണ്ട് വിവിധ മേഖലകളിൽ പരിശോധന നടത്തുന്നുണ്ട്. ഈ ഒരു പരിശോധനയിലാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു ഒരു ഗവൺമെൻറ് കോളേജിൻ്റെ ഹോസ്റ്റലിൽ നിന്ന് ഇത്തരത്തിൽ 2 കിലോയോളം കഞ്ചാവ് പിടികൂടിയത്. ഈ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൻ്റെ ഏതാണ്ട് 100 മീറ്റർ അകലെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആ പരിസരത്ത് തന്നെയാണ് ഇപ്പോൾ പരിശോധന തുടരുന്നത്. ഇവിടെ ദേശീയ പാതയോട് ചേർന്ന ഇത്തരത്തിൽ HMT ജംഗ്ഷനിലാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഇവിടെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ മേഖലയിലുണ്ട്. പ്രത്യേകിച്ച് കുസാറ്റ് അടക്കം പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിൽ, കുസാറ്റിൻ്റെ ചുറ്റുവട്ടത്തുള്ള എല്ലാ മേഖലകളിലും ഇത്തരത്തിൽ വിവിധ പെയിൻ ഗസ്റ്റായും മറ്റും കൂടുതൽ വിദ്യാർത്ഥികൾ താമസിക്കുന്നുണ്ട്. ഹോസ്റ്റലുകൾ, സ്വകാര്യ ഹോസ്റ്റലുകളടക്കം പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു കേന്ദ്രങ്ങളൊക്കെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ പരിശോധന നടത്താൻ പോലീസ് തീരുമാനിച്ചത്. പരിസരത്തും HMTയിലുമാണ് ഇപ്പോൾ പോലീസിന്റെ പരിശോധന, വ്യാപക പരിശോധനയാണ് നടക്കുന്നത്. അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.